ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുട്ടയും കോളിഫ്ലവറും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. കോളിഫ്ലവർ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും, ഞാനിവിടെ വെറുതെ കാണിച്ചു എന്നേ ഉള്ളൂ. ഞാനിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് നന്നായി ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇത് ഞാനൊരു പാൻ വെച്ചിട്ട് അത് ചൂടായപ്പോൾ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുട്ട വറുത്തെടുക്കുന്നതിന് പകരം മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇതിനിന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഫുള്ള് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളയുടെ കളറ് മാറി വരുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 6 അല്ലിയോളം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ്. നല്ല വലുപ്പത്തിലുള്ള 2 തക്കാളിയാണിത്. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഞാനിവിടെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണിത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കാം. ഇവിടെ കുട്ടികൾക്കൊന്നും അത്ര എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനിവിടെ കുറച്ച് എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ ക്ലീനാക്കി വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റോളം വേണ്ടി വരും. കാരണം ഞാനിതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ അടച്ചു വെച്ചാലും ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താലും മതി, പെട്ടെന്നായി കിട്ടും. ഇതിങ്ങനെ വെള്ളമില്ലാണ്ടാക്കി എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഇപ്പോൾ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് മറന്നുപോയതാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം ഇതിനെല്ലാത്തിൻ്റെ ഒന്നിച്ചും ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. ഈ കറി വെജിറ്റബിൾസ് ഒന്നും അധികം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. മുട്ട കൂടി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.